ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം എടുക്കരുത്, അപ്പോൾ ഈസ്റ്റ് പൊന്തി വരില്ല. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇത് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ ആയിട്ട് മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. ഈ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോരുത്, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുഴയ്ക്കാൻ പാടുള്ളൂ. ഇപ്പോൾ മാവിൽ വെള്ളമെല്ലാം തന്നെ പാകമായിട്ട് എടുത്തിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ 2 കൈയും വെച്ചിട്ട് നമ്മളിതുപോലെ പരത്തി കുഴച്ചെടുത്തിട്ട് ഈ മാവ് നല്ല സോഫ്റ്റ് ആവുന്ന വരെയും നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മേലേക്ക് ഇത് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് കുറച്ച് ഒലിവ് ഓയിലൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഒരു നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു 2 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മളിപ്പോൾ വെച്ചതിൻ്റെ ഡബിളായിട്ട് ഈ മാവ് പൊങ്ങി വരണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഈ തുണി ഈ മാവുമ്പം മുട്ടിച്ച് വെച്ച കാരണമാണ് ഇപ്പോൾ ഇതുമേ ഒന്ന് ഒട്ടി പിടിച്ച പോലെ ആയത്. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഒരിക്കലും ഈ മാവിൻ്റെ മേലെ തുണി മുട്ടാതിരിക്കാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു മൂടി വെച്ചിട്ട് അടച്ചാലും മതി, തുണി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ മാവ് ഒന്നും കൂടി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവിനെ ഓരോ ബോളുകളാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ഒരേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇത് നമുക്ക് ഓരോ ബോളുകളാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ 5 കുബൂസാണ് ഈ മാവ് വെച്ചിട്ട് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഒന്ന് തൂവി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് കനം കുറച്ചിട്ട് പരത്തരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായി പൊന്തി വരില്ല. ഇപ്പോൾ ഞാനിവിടെ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടി കുറഞ്ഞിട്ടുമില്ല, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടുമില്ല. ഇനി ഇത് നമുക്ക് നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇതും ചുട്ടെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഇട്ട് കഴിഞ്ഞ് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ പോളകൾ വന്നു തുടങ്ങുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പോളകളൊന്ന് നന്നായി തന്നെ വീർത്ത് വരും. അതിനുശേഷം ഒന്നും കൂടിയും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനായി തന്നെ ഇത് നന്നായി പൊങ്ങി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞാൽ അങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത് ഫ്ലെയിം ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. അപ്പോൾ ഇതേപോലെ എല്ലാ കുബൂസും ഒന്ന് പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറികൾ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കറികളുടെ ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.